ഹായ് ചങ്കളെ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലട്ടാ. അവിടുന്ന് തൊട്ടിട്ട് ഒരു 12:30 വരെ ഇന്നത്തെ ദിവസം എന്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാനും കുട്ടനും കൂടിയിട്ട് പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. കുട്ടൻ അതിയർപ്പടി വഴിയാണ് പോയത്, ഞാൻ താമരശ്ശേരി വഴിയാണ് പോയതിട്ടാ. അപ്പോൾ ഞാൻ സൈക്കിളിൻ്റെ മുകളിലായ കാരണം അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം പൊന്തിക്കണം കേട്ടോ. അതിയർപ്പടി വഴി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു നല്ല റോഡ് വെച്ചാൽ റോഡ് മോശമാണ്. വഴി എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളംചിറ വഴിയും പോകാൻ പറ്റില്ല, താമരശ്ശേരി വഴിയും പോകാൻ പറ്റില്ല, അത്രയും വെള്ളമാണ് താമരശ്ശേരി വഴിയൊക്കെ. വണ്ടിയൊക്കെ നല്ല ഇതായിട്ടാട്ടാ പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ താമരശ്ശേരി കൂടിയാണ് ഇപ്പോൾ പോകണം. മാറഞ്ചേരി പോയിട്ട് പേപ്പർ എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ താമരശ്ശേരി വഴി പോകുമ്പോൾ മാറാടിക്ക് വെള്ളം കയറിയിട്ടുള്ളതാണ് കണ്ട. സൈക്കിളിൻ്റെ എത്രത്തോണ്ട് വെള്ളം കയറിയിട്ടുണ്ടെന്ന് നോക്കി. ഇന്ന് രാവിലെ ഞാൻ വണ്ടിക്ക് ചെയിൻ്റെ ഒക്കെ മുകളിലൊക്കെ ഓയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഓയിലൊക്കെ പോയി. വണ്ടിയുടെ സൈഡിലൊക്കെ ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിലൊക്കെ പോയിട്ട് ഈ വെള്ളത്തിൽ കൂടെ പോകണ കാരണം നല്ല വെള്ളം കൂടുതലുണ്ട്. കണ്ടില്ലേ എത്ര വെള്ളം കൂടുതലുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതൊരു റോഡാണ്. ആ റോഡിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ മാറഞ്ചേരിക്ക് പോകട്ടെ. മാറഞ്ചേരിയിലാണ് പേപ്പറിൻ്റെ കെട്ട് വരിക. അപ്പോൾ മാറഞ്ചേരി പോയിട്ട് വേണം നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ രാവിലെ ഞാൻ പേപ്പർ ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. ആദ്യം കുട്ടട്ടിരുന്ന പേപ്പറാണ്, പിന്നെ കുട്ടൻ്റെ കൂടെ ഞാനും കൂടിയതാണ്. അപ്പോൾ കുട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ ഒരു പാഷനായിരുന്നു പേപ്പർ ഇടൽ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഇത്രയും നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണ നമുക്ക് നഷ്ടമായിട്ടാണ്. രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണി വരെ നമ്മൾ പേപ്പർ ഇടുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നേരമൊക്കെ 2 തെങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 റുപ്യ ഇട്ടത് 100 റുപ്യ പോലും ഉണ്ടാവില്ല. പിന്നെ എന്താണ് രസമാണ് രാവിലെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞാനൊരു പുതിയ സൈക്കിൾ എടുത്താട്ടെ. അപ്പോൾ വെള്ളം കൂടിയ കാരണം ഇപ്പോൾ ഈ സൈക്കിളായിട്ട് ധ്യാനം വരാനായി. സൈക്കിളിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയ കാരണമാണ് ഇപ്പോൾ ഞാനിപ്പോൾ സൈക്കിൾ ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് നേരെ മാറഞ്ചേരിക്ക് പേപ്പർ കെട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇവിടെയാണ് പേപ്പർ കെട്ട് വരിക. അപ്പോൾ ഇവിടുന്ന് നമ്മളെ സൈക്കിളിൻ്റെ മുകളിൽ നമ്മളെ പേപ്പർ വെച്ചിട്ടുണ്ട്. കുട്ടൻ്റെ ബൈക്കിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബൈക്കിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. കുട്ടൻ്റെ പാട്ടേക്ക് പോവുകയും ചെയ്ത് ഞാൻ അവിടുന്ന് നേരെ താമരശ്ശേരിക്ക് തന്നെ വീണ്ടും വന്നിട്ടാണ്. താമരശ്ശേരിയിൽ ഇത് സേതേട്ടൻ്റെ കടയാണ്. സേതേട്ടൻ്റെ കടയിലിട്ട് പിന്നെ ഇവിടുന്ന് ഇത് സിനിമയിലുള്ള ബുക്രക്കാരൻ്റെ വീടാണ് കേട്ടോ. അതിൻ്റെ നേരെ താഴത്തൊക്കെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും ഞാൻ താമരശ്ശേരി സെൻറ്ററിലേക്ക് തന്നെ എത്തി. താമരശ്ശേരി സെൻറ്ററിൽ സ്കൂളുണ്ട്, അവിടെ പേപ്പർ ഇടാണ്ട്. പിന്നെ വടമുക്ക് സ്കൂളിൽ പേപ്പർ ഇടാണ്ട്. പിന്നെ കുറേ വീട്ടിലുണ്ട് കേട്ടോ. വീടുകളൊന്നും കാണിക്കണില്ല. പിന്നെ വടമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വടമുക്ക് സ്കൂളിലിടാണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ കടയിലിടാണ്ട്. പിന്നെ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തുറാനത്ത് ബോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിലാണ് പിന്നെ തുറാനത്തേക്ക് പോകാറുള്ളത്. അപ്പോൾ അത് കാരണം ഇന്ന് നല്ല നേരം വഴുകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിലൊക്കെ കാത്തുനിന്നിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഓരോ ദിവസങ്ങളിൽ നമ്മളെ പോണത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 12 മണി വരെയുള്ള എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാടും കാണാൻ ഞങ്ങൾക്ക്. അപ്പോൾ നമ്മളെ നാട്ടിലൂടെ അങ്ങനെ പോണ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ ഇതൊക്കെ താമരശ്ശേരി കൂടെ തന്നെയാണ് പോണത്. അപ്പോൾ നമ്മളെ ഓരോ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ താമരശ്ശേരിക്ക് വീണ്ടും ഞാൻ തിരിച്ചെത്തിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ആരോ ഒരാൾ ബൈക്കുമ്മ അത്രയും വെള്ളത്തിൽ കൂടെ ബൈക്കുമ്പം 2 ആളെയും വെച്ചിട്ട് വരികയാണ് കേട്ടോ. എന്ത് ഇതിലാണ് വരുന്നത് വെച്ചിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ് നന്നായി കൂട്ടി പിടിച്ചോളാൻ വേണ്ടി പറഞ്ഞിരിക്കുക. നല്ല നടിച്ച വണ്ടി ഓഫാവില്ലേ, എന്ത് വരെ തന്നെ അവർ പോയിട്ടാ അങ്ങനെ രക്ഷപ്പെട്ടവർ. അത്രയും കൊല്ലുള്ളിലൊക്കെ വെള്ളം കയറുന്ന വിധത്തിലാണ് വന്നിരുന്നത്. സ്ലോ ആക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കലിൻ്റെ ഉള്ളിൽ കണ്ട് വെള്ളം കയറി കണ്ടില്ല. അവരവിടെ തിരിച്ചു പോയി. അങ്ങനെ അവിടെ നിന്ന് വയ്ക്കുന്നുണ്ട്. നല്ലൊരു മഴ പെയ്തിട്ടാ. നല്ലൊരു മഴ പെയ്ത് ആ മഴ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ട. അങ്ങനെ മഴ പെയ്ത് വരുന്നുണ്ടില്ലേ, പെയ്യണുള്ളൂണ്ടാ. എൻ്റെ അടുത്തേക്ക് എത്തണണ്ട. ഇങ്ങനെ എത്തിയ ഡ്രസ്സാട്ടാ. അങ്ങനെ നമ്മൾ വീണ്ടും അമ്മയുടെ കടയിലേക്ക് എത്തിയിട്ടാ. ഇതാണ് എൻ്റെ അമ്മയുടെ കട. അപ്പോൾ ഇവിടെ ഒരു പേപ്പർ ഇടാണ്ട്. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വടമുക്ക് സ്കൂളിൽ പേപ്പർ ഇടണം. അങ്ങനെ ഇത് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ ഫസ്റ്റത്തെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്കൂളിൻ്റെ ഭാഗമാണ് ഈ ഓടിട്ടിട്ട് ഉള്ള ഭാഗം. ബാക്കിയുള്ളവിടൊന്നും ഇല്ല ഇപ്പോൾ. അങ്ങനെ ഇനി വടമുക്ക് സ്കൂളിൻ്റെ അവിടെ ഒരു പേപ്പർ വയ്ക്കാണ്ടായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ വടമുക്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇനി ബോട്ട് വന്നിട്ട് തുറാനത്തേക്ക് ഇനി പോകണമെന്നുണ്ട് വെച്ചെങ്കിൽ സൈക്കിൾമേ അങ്ങോട്ട് ഞാൻ സൈക്കിൾമേലെ പോയതിട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ 8 ആളുള്ള കാരണം പിന്നെ നമ്മളതിനെ കയറ്റില്ല. പിന്നെ സൈക്കിൾ കയറ്റാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ സൈക്കിളുമ്മ
നമ്മൾ കയറ്റാതെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വെള്ളത്തിൽ കൂടെ ഊറ്റി ഫുള്ള് വെള്ളം. അപ്പോൾ ഇന്നലത്തേനെക്കാട്ടിയൊക്കെ നല്ല വെള്ളം കൂടുതലുണ്ട് കിട്ടുന്നത്. എൻ്റെ കാരണം താമരശ്ശേരി കൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ എത്രത്തോണ്ട് വെള്ളം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇവിടെ എത്ര വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ പരിപാടിയാണ്. നമ്മളിപ്പോൾ പുതിയ സൈക്കിൾ എടുത്ത കാരണം ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകാൻ പറ്റി. ആദ്യം ഞാൻ സ്കൂട്ടിമേലായിട്ടാണ് പോയിരുന്നത്. ഇത് നമ്മളെ തുറാനത്തേക്കും വടമുക്ക് കുന്നത്തെ പള്ളിയുടെ പോകാനുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് വണ്ടിൻ്റെ അവിടെ കേട്ടോ, ഞങ്ങളെ വണ്ടിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ തുറാനത്തുള്ള ആൾക്കാരുടെ ബൈക്കും കാര്യങ്ങളൊക്കെ കൂടുന്ന വെച്ചിരിക്കുന്നില്ല ഈ വീടിൻ്റെ പഠിക്കാനൊക്കെ ഇട്ടാ. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ വണ്ടികളാണ് കിട്ടുക. ഒരു വണ്ടികളാവും ഇവിടുന്ന് അങ്ങനെ ഉണ്ടാ തലവരൊക്കെ വണ്ടി തന്നെയാണ്. ഈ സൈഡിലൊക്കെ മൊത്തം കണ്ടില്ലേ, അവിടെ അവിടെ ഒക്കെ വെച്ചിരിക്കാം. പിന്നെ അപ്പുറത്തെ വീട്ടിലും ഇവിടെ അടുത്തടുത്തുള്ള കുറേ വീട്ടുകളിലൊക്കെ വെച്ചിട്ടാ. അപ്പോൾ ആൾക്കാർ ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വടമുക്ക് വണ്ടിൻ്റെ അവിടെ. ഈ ഭാഗത്തേക്കായിട്ടാണ് ഈ ഓട്ടോറിക്ഷ ഒക്കെ നിൽക്കണതിൻ്റെ പിടിക്കാണ് ബോട്ട് വന്നിട്ട് സൈഡാവണം കേട്ടോ. അപ്പോൾ സ്കൂട്ടറുകളും ഇവരൊക്കെ ഇങ്ങനെ വന്നിരിക്കണം. അപ്പോൾ ഞാൻ 8 മണി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ വന്ന് നിന്ന കാരണം 8 മണി കഴിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് ഇവിടെ വെള്ളം കൂടുതലാണ്, മറ്റോടത്തും വെള്ളം കൂടുതലായ കാരണം അങ്ങനെ നമ്മളതിനെ വണ്ടിയിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് ആളില്ലാത്ത കാരണം നമ്മൾ തന്നെ സൈക്കിള് അങ്ങോട്ട് കൊണ്ടുപോയി. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ 8 ആൾ അവിടെ നിന്നുള്ള കാരണം നമ്മൾ തന്നെ സൈക്കിൾ വെക്കാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പറ്റിയില്ല, അവർക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ വേണ്ട, നമ്മളങ്ങനെ അപ്പോൾ പതുക്കെ അങ്ങനെ ഉരുട്ടിയിട്ട് പോകുന്നു. അങ്ങനെ ഇനി തുറാണം കുറച്ച് ദ്വീപാണ്, തുറാൻ ദ്വീപിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടുത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടിൻ്റെ മുകളിൽ തന്നെ വെള്ളം കയറിയിട്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയായിട്ട് ഞാൻ എരമംഗലത്തേക്ക് പോകുന്നുണ്ട്. എരമംഗലത്ത് നിന്ന് തിരിച്ച് വരുന്ന വരവിൽ നമ്മളെ സ്നേഹിതൻ്റെ കടയിൽ നിന്നേക്ക് ഓനോട് ചോദിച്ചു എല്ലാ വാടക ഉണ്ടെന്ന് ചോദിച്ചേക്ക് അവിടുന്ന് ആ വിറകൊക്കെ എടുത്തിട്ട് ഓൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടി പറയും. അപ്പോൾ അങ്ങനെ ഒരു 200 ഉറുപ്പ്യ കിട്ടി. പിന്നെ ബെല്ലൊക്കെ ഒരു 250 ഉറുപ്പ്യം കിട്ടി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരു 450 ഉറുപ്പ്യ കിട്ടിയിട്ടാണ്. പിന്നെ പേപ്പർ ഇട്ടതിൻ്റെ ഉള്ള ഒരു 10-60 ഉറുപ്പ്യ അതും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ നമ്മളെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം അത്രമാത്രം ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ ഗോപിയേട്ടൻ്റെ വീട് കേട്ടോ, തുറാനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കാന്ന് പറഞ്ഞില്ല. ഞങ്ങൾ തുറാനത്തിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ തുറാനത്തു നിന്ന് വീണ്ടും വന്ന് ഇത് നമ്മളെ ശ്രീനേട്ടൻ്റെ കട, ഇവിടെയൊക്കെ പേപ്പർ ഉണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ വന്നിട്ട് കുറേ നേരം കാത്തു നിന്ന്. പക്ഷെ വണ്ടിയിൽ കയറാൻ നേരത്താണ് അവർ പറഞ്ഞത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, അങ്ങനെ ഉണ്ട് നടന്ന് നമ്മളെ ചങ്കളെ സൈക്കിളായിട്ട് ഇവിടെ കേട്ടോ. പേപ്പർ ഇടാൻ വേണ്ടി വന്ന 9:30 മണിയായി. നമ്മളതിനെ പേര് കയറ്റണില്ല. വണ്ടി ബോട്ടാ പോണ്, നമ്മൾ നടക്കണം കേട്ടോ. സൈക്കിള് കയറ്റാൻ പറ്റും എത്ര പേർക്ക്? ആകെ 8 ആളെ കയറിയിട്ടുള്ളൂ. പിന്നെ ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ ബോട്ടിൽ കയറ്റാതെ കണ്ടിട്ട് നമ്മളങ്ങനെ നടന്ന് പോന്നിട്ട് നല്ല ഒലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇവിടുന്ന് കണ്ട് വീട്ടിൽ വന്നതിൻ്റെ ശേഷം ചായ ഒന്നും കുടിക്കാൻ നിന്ന് ചേട്ടാ. അപ്പോഴത്തേന് നമ്മളതിനെ കാത്തിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ് ഒരു ബൈക്ക് കിടന്നിട്ട്. അപ്പോൾ ആ ബൈക്ക് നേരെ നമ്മൾ എരമംഗലം വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി കൊടുത്ത് അവിടുന്ന് തിരിച്ച് വരുന്ന വരവ് കുമ്മിപ്പാലത്തിൻ്റെ അവിടെ നമ്മളെ സ്നേഹിതൻ്റെ കട ഉണ്ട്. അവിടെ നിന്നേക്ക് ഞാൻ അവനോട് ചോദിച്ചു എന്തെങ്കിലും വാടകയുണ്ട് ചെങ്ങ താഴോട്ടോ എന്ന് പറഞ്ഞേക്ക്. അപ്പോൾ അവൻ തന്നിട്ടാണ്. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് വിറകൊക്കെ കൊണ്ടിട്ട് കൊടുത്ത് അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഒരു 12 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇതാണ് കുമ്മിപ്പാലത്തുള്ള അലിക്കാൻ്റെ കടട്ട. അപ്പം തീർട്ടം വരുന്ന വരെ അലിക്കാനോട് ഒരു വാടക വെച്ചേക്ക് അലിക്കൊരു വാടകയും തന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു വീഡിയോ അതിൽ കൂടെ കാണിച്ചു തരട്ടാ. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കണ്ടില്ലേ, ഈ നമ്മൾ ആ വെള്ളത്തിൽ കൂടെ ഇപ്പോൾ രാവിലെ നമ്മൾ പേപ്പർ ഇടാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നു വന്നില്ലേ. അപ്പോൾ അതേപോലെ എത്ര ആൾക്കാർ കഷ്ടപ്പെട്ടിരിക്കണല്ലേ. ഇതേമാതിരി അവിടുത്തെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണിട്ട് ഈ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തുറാനത്തുള്ള ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തെ ഒരു വീഡിയോ ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഇതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം.